അവന് ഇതൊക്കെ എന്താടാ? അതൊക്കെ ക്യാബിനറ്റ് ഡോറിൻ്റെ ഹാൻഡിൽസാണ്. ക്യാബിനറ്റ് ചെറിയ കിച്ചൻ്റെ വാർഡ്രോബ്സിൻ്റെ ഒക്കെ. ഇതോ? ഇതൊക്കെ മെയിൻ ഡോർ. ഇത് നോബ്സാണ് ഡോറുകളുടെ, കിച്ചൻ്റെ ഒക്കെ ക്യാബിനറ്റ്സിൻ്റെ. ഇതെന്താ ഗതയോ? അത് മെയിൻ ഡോറിൻ്റെ ഹാൻഡിലാണ്, വലിയ ഡോറുകളുടെ ഇതൊക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഇൻറ്റീരിയർ മാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഡോർ നോബ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതെല്ലാം ലോക്സ് ആണ്. ലോക്സ് അതുപോലെ ഇതിനെന്താ പറയുന്നത്, ടവർ ബോൾട്ടുകളുണ്ട്, താക്കോലുകൾ പല പൂട്ടിനും വേണ്ടവർക്ക് ആ താക്കോലുകളുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. വിനു ഉണ്ട് എൻ്റെ കൂടെ. വിനു, നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയുമോ? ഇവിടെ നമുക്ക് ലോക്സ്, ഹിഞ്ചസ്, ഹാൻഡിൽസ്, ലോക്കർ, മണിച്ചിത്രത്താഴ്, പ്ലൈവുഡ്. അതെ, സിനിമയാണല്ലേ? സിനിമയില്ല, താഴ് ലോക്ക്, അങ്ങനെയുള്ള ഹാർഡ്വെയർ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പശ, ഫെവിക്കോൾ, അഡ്ഹസീവ്സ് ഉണ്ട്. അതാണ് കുറെ ഫെവിക്കോളിന്റെ അതെ അതെ, അങ്ങനെയുള്ള ട്യൂബ്സ് ഉണ്ടായിരുന്നു. ഈ ലോക്സിനോ ഇതൊക്കെ എന്ത് സാധാരണ ലോക്കുകളാണോ അതോ ഈ ബയോമെട്രിക്സ് ലോക്കുകളാണോ? ബയോമെട്രിക് ലോക്സ് ഇവിടെ ഉണ്ട്. ഇത് ബയോമെട്രിക് ലോക്കാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ കമ്പനിയുടെ ഉണ്ട്. ഏലിന്റെ, ഗോദ്രേജിന്റെ, ഡോർസെറ്റിന്റെ, ഹാഫ്ലേയുടെ എല്ലാം അവൈലബിൾ ആണ്. ഈ ബയോമെട്രിക് ലോക്കിന്റെ എനിക്കൊരു സംശയം തോന്നി, നമ്മുടെ ബൈ ചാൻസ് നമ്മുടെ എന്തെങ്കിലും മാറിപ്പോ അന്ന് തുറക്കാനായിട്ട് പറ്റാതെ വരുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ വരത്തില്ല. കാരണം ബാറ്ററി തീരുന്നതിന് മുമ്പ് നമുക്ക് വാർണിംഗ് കിട്ടും. അത് മാത്രമല്ല, ഇൻ കേസ് തീർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചാവി തരുന്നുണ്ട്. ആ ചാവി വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 7 ദിവസമൊക്കെ പോയി കിടന്ന് വാർണിംഗ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ബാറ്ററി അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചാവിയുണ്ട്, വേറൊരു അഡീഷണൽ ചാവി കിട്ടും. ചാവി പക്ഷേ അകത്ത് വെച്ച് പൂട്ടിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങരുത് കേട്ടോ. അത് ഒരു കാര്യമാണ്. ഏതായാലും ഇതൊക്കെ സാധാരണ ലോക്കുകൾ അല്ലേ? ഇത് താഴുകളാണ്, ലോക്സ്. ഇത് ഷട്ടറൊക്കെ പൂട്ടാനോ അങ്ങനെയുള്ള ഗേറ്റ് ഒക്കെ. അതെ അതെ, അങ്ങനെയുള്ളത്. ഈ വേറെന്താ അവിടെ എന്തൊക്കെയോ സാധനം? അതെല്ലാം മണിച്ചിത്രത്താഴ്. പിന്നെ ഡെക്കറേറ്റീവ് നോബ്സ് ഉണ്ടല്ലോ, ബബിൾസും ഡോറുകളൊക്കെ, ഫ്രണ്ട് ഡോറിലൊക്കെ വെക്കുന്ന സാധനം, അതെല്ലാം നോബ്സ് ആണ്. ഡ്രോയർ നോബ്സ് ആണ്. ഇതുമെല്ലാം അത് തന്നെയാണ്. ഇതൊക്കെ വാർഡ്രോബ്സിന്റെ ഫുൾ ഹാൻഡിൽസ് ആണ്. പല മെഷർമെന്റിലും അവൈലബിൾ ആണ്. ഇത് പല ഫിനിഷിലും അവൈലബിൾ ആണ്. ഇതൊക്കെ മെയിൻ ഡോർ ഹാൻഡിൽസ് ആണ്. ഇതൊക്കെ കൂടുതൽ ഹോട്ടൽസിനും റിസോർട്ട് വലിയ ഹാൻഡിൽസ്, വലിയ ബിഗ് ഡോർസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഹോട്ടൽസിനും റിസോർട്ടുകൾക്കും വലിയ വീടുകൾക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ വീടുകളുടെ ഫ്രണ്ട് ഡോർ ഫുൾ ഹാൻഡിൽസ് ആണ്. ഇത് രസമുണ്ട്. ഇത് പൂച്ചക്കുട്ടിയുടെ ഒക്കെ വാർഡ്രോബ്സിൽ ഉപയോഗിക്കാം. ഇതൊരു നോക്കറാണ്, ഡോർ നോക്കർ. ഫ്രണ്ട് ഡോറിൽ തന്നെ നോക്ക് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇതെല്ലാം നോബ്സും ഹാൻഡിൽസ്. ഇതെല്ലാം ഹാൻഡിൽ, വാർഡ്രോബ് ഫുൾ ഹാൻഡിൽസ് ഡോറിന്റെ. പിന്നെ വാർഡ്രോബ്സിന്റെ വാളോ, വാളിന്റെ ഷേപ്പിലുള്ള ഒരു ഫുൾ ഹാൻഡിലാണ് ഫ്രണ്ട് ഡോറിന് വെക്കുന്നത്. ഇതിനെന്താ വില വരുമായിരിക്കും? ഇതിന് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ്. ഇത് 15,000 രൂപയാണ് MRP വരുന്നത്. അതിന് ഡിസ്കൗണ്ട് വരും. ഡിസ്കൗണ്ട് ഉണ്ട്. അതെ, നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡോർ ഹാൻഡിൽ ഏകദേശം എത്ര രൂപ വരും? 500 രൂപ മുതലുള്ള ഹാൻഡിൽസ് കിട്ടും ഫ്രണ്ട് ഡോറിന് വെക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് പില്ലേഴ്സ് ഉണ്ട് ചെയ്തിരിക്കുന്നത്. അത് വീടിന്റെ അകത്ത് ഇന്റീരിയർ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രയർ യൂണിറ്റിന്റെ സൈഡിനകത്ത് നമുക്ക് പാർട്ടീഷനോ അതിനകത്ത് ഇഷ്ടമുള്ള നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കളർ അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യും. അല്ലല്ല, വിൽക്കാനുള്ള ഗോദ്രേജിന്റെ ലോക്കേഴ്സ് വിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് പ്ലൈവുഡും മൾട്ടിവുഡ് എല്ലാം ഉണ്ട്. നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തൊട്ട് ചേർന്ന് തന്നെ ഉണ്ട്. അവിടെ എല്ലാ ടൈപ്പ് പ്ലൈവുഡും മൾട്ടിവുഡ് എല്ലാം അവൈലബിൾ ആണ്. ഇതെന്താ ഈ സംഭവം ചെറിയത്? ഇത് ഡ്രിൽ ബിറ്റ്സ് ആണ്. ഷേവിംഗ് സെറ്റ് പറഞ്ഞിട്ട് ഡ്രിൽ ബിറ്റ്സ് ആണ്. ഡ്രിൽ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടിച്ച് കാർപ്പന്റേഴ്സിന് ഉപയോഗിക്കാവുന്ന ഹോൾസ് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ഡോറിലാണെങ്കിലും ഒക്കെ ചെയ്യാന്നല്ലേ, അങ്ങനെയുള്ള കാര്യം. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് മാത്രമല്ലല്ലോ, വേറെ നിങ്ങളുടെ ഫാക്ടറിയുടെ കൂടെ തന്നെ ഫാക്ടറിയോട് ചേർന്ന് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലോ ട്രിവാൻഡ്രത്തോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിളിച്ചിട്ട് നേരെ ഇങ്ങനെ വന്നാൽ മതി. വിളിക്കാതെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ.